ജനനായകൻ ദളപതി വിജയുടെ അവസാനത്തെ സിനിമ ഫെയർവെൽ പടം. സിനിമ ലീക്ക്ഡ് പ്രിന്റ് കണ്ടവര്, ടെലിഗ്രാമിൽ കണ്ടവര്, ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കിഡിലൻ തിയേറ്റർ മസ്റ്റ് വാച്ച് ഐറ്റം മിസ് ചെയ്തെന്നാണ്. നിങ്ങൾ ആ ഒരു 5 സ്ക്രീനിൽ കണ്ടതുപോലെ അല്ല, പ്രതീക്ഷിച്ചതുപോലെ അല്ല, ഫീൽ ചെയ്തതുപോലെ അല്ല തിയേറ്ററിൽ കാണുമ്പോൾ. ശരിക്കും ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ 5 സ്ക്രീനിലോ പ്രിന്റ് ലീക്കായതൊന്നും കണ്ടിട്ടില്ല, ഒരു സീനും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ജനനായകൻ കാണുന്നത് തിയേറ്ററിലാണ്. ഇന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടു. ശരിക്കും സിനിമയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇമോഷണൽ ആയിട്ടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. കാരണം കൊച്ചുനാൾ തൊട്ട് എനിക്ക് സിനിമ എന്ന് പറയുന്നത് ദളപതി വിജയായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും കരയും, എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ, വിജയുടെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ. പലപ്പോഴും ചേട്ടൻ കൊണ്ടുപോയിട്ടില്ല. പിന്നെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ചേട്ടൻ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം അവിടെ തിരക്കാണ്. കൊച്ചുകുട്ടികൾ ഫസ്റ്റ് ഡേക്കൊക്കെ പോകുമ്പോൾ നല്ല തിരക്കാണ്. ഇപ്പോഴത്തെ പോലെയല്ല, മുമ്പൊക്കെ നല്ല തിരക്കാണ്. ആൻഡ് തിയേറ്റർ ഫെസിലിറ്റീസ് ഒക്കെ അപ്പോഴൊക്കെ അങ്ങനെയൊക്കെയാണ്. കുറച്ച് റഷും കുറച്ച് ചെറിയ ക്രൗഡ് കാര്യങ്ങളൊക്കെ, ചെറിയൊരു നാരോ ലൈനൊക്കെ ഉള്ള വഴികളൊക്കെയാണ്. അപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ചേട്ടൻ കൊണ്ടുപോകാറില്ല. എച്ച് വിനോദാണ് സംവിധാനം, അനിരുദ്ധിന്റെ മ്യൂസിക്, കേവിൻ പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. സിനിമ നമ്മൾ പ്രതീക്ഷിച്ച ഭഗവന്ത് കേസരി മൊത്തം എടുത്തു വെച്ചിട്ടൊന്നുമില്ല, മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഈവൻ ഭഗവന്ത് കേസരി ഞാൻ കണ്ടിട്ടില്ല. പലരും ഭഗവന്ത് കേസരിയുടെ റീമേക്ക് എന്ന് പറയുമ്പോഴും അതിന്റെ 1-2 സീനുകൾ മാത്രമേ ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഭഗവന്ത് കേസരിയുടെ റീമേക്ക് എന്ന് മൊത്തമായിട്ടും ഇതിൽ പല ആൾക്കാരും പറഞ്ഞു മൊത്തം ഒന്നും ഇല്ല എന്നൊക്കെ. കാരണം ഭഗവന്ത് കേസരി എന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇത് എനിക്കൊരു ഫ്രഷ് ഫീൽ, പുതിയൊരു പടമായിട്ടാണ് തോന്നിയത്. ഔട്ട് ആൻഡ് ഔട്ട് ഒരു മാസ് എന്റർടൈനർ. ദളപതി വിജയ്ക്ക് ഫെയർവെൽ പടമാണോ ഇത് എന്ന് ചോദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഫെയർവെൽ പടം തന്നെയാണ്. മാസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ചെറിയ കോമഡികളുണ്ട്. കൂടുതൽ ഇതിൽ കേന്ദ്രീകരിക്കുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കിടിലം പൊളിറ്റിക്സ് ആണ്. മതങ്ങൾ വരുന്ന ചർച്ചകൾ മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്നു. പിന്നെ പ്രൊപ്പഗണ്ട എന്ന് പറയുന്നുണ്ട് ആൾക്കാർക്ക് TVKനെ കുറിച്ച്. തീർച്ചയായിട്ടും TVKക്ക് വേണ്ടിയിട്ടുള്ള ഡയലോഗുകളൊക്കെ സിനിമയിലുണ്ട്, പൊളിറ്റിക്സിന് വേണ്ടിയിട്ടുള്ള ഡയലോഗുകൾ സിനിമയിലുണ്ട്. കാരണം സിനിമയിൽ രാഷ്ട്രീയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഡയലോഗുകൾ, നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് എന്തിനാണ്, ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് പോകുന്ന അങ്ങനത്തെ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. പക്ഷെ ശരിക്കും ദളപതി വിജയ് ആ സിനിമയിൽ നന്നായിട്ട് എച്ച് വിനോദ് പറഞ്ഞതുപോലെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വർക്ക് ചെയ്തതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആ മാസ് സീനുകളൊക്കെ ദളപതി വിജയ് ചെയ്തു വച്ചിരിക്കുന്നത്. അനിരുദ്ധ് എന്ന് പറയുന്നത് ഒരു ചെറുക്കൈ, ഒരു ഒന്നൊന്നര ചെറുക്കനാണ്. അനിരുദ്ധിന്റെ BGMൽ ആ വിജയുടെ, ആ ദളപതി വിജയുടെ സ്വാഗും ഓറയിലുമായിട്ട് പടത്തിൽ വരുമ്പോൾ അന്യായ ഫീലായിരുന്നു തിയേറ്ററിൽ കിട്ടിയിരുന്നത്. രാവണമവണ്ട ഒത്തയിലെനിക്കറിയമണ്ട, ആ BGM ഒക്കെ തളപതി. ആൻഡ് സീൻ ബൈ സീൻ, ഫസ്റ്റ് ഹാഫിലായിരുന്നാലും സെക്കൻഡ് ഹാഫിലായിരുന്നാലും കിട്ടില മാസ് സീനുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ സിനിമയിൽ, ജനനായകനിൽ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ജനനായകൻ. അതിൽ വേറെ സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പടമാണ്, ഫെയർവെല് പടമാണ്. ഇനി അദ്ദേഹത്തിന്റെ ഒരു പടങ്ങൾ തിയേറ്ററിൽ വരില്ല, ശരിയാണ്. റിലീസുകളൊക്കെ ഉണ്ടായിരിക്കും, അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. പക്ഷെ ഇനിയും അദ്ദേഹത്തിന്റെ ഒരു സിനിമകള് തിയേറ്ററിൽ, പുതിയ സിനിമകള്, പുതു പാട്ടുകള്, പുതു ടീസർ, പുതു ട്രെയിലർ, പുതു മൂവി അപ്ഡേറ്റ്സ് എല്ലാം വരുമോന്ന് വിചാരിച്ചാൽ ഒന്നുമില്ല. ഞാൻ പലപ്പോഴും ഒരു FDFസും മിസ്സാകാതെ എല്ലാ FDFസും ദളപതി വിജയുടെ പടങ്ങൾ കാണാറുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ദളപതി വിജയുടെ ഒരു ആരാധകനും കൂടെയാണ്. ഒരുപാട് സങ്കടമുണ്ട് ഈ ഒരു അവസരത്തിൽ. ജനനായകൻ സിനിമ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ സെക്കൻഡ് അല്ലെങ്കിൽ ഓരോ മിനിറ്റ് കഴിയുന്തോറും, ഓരോ മിനിറ്റുകൾ കഴിയുന്തോറും, ഓരോ സെക്കൻഡുകൾ മായുന്തോറും ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഉള്ളൂ, കുറച്ചും കൂടെ ഉള്ളൂ, കുറച്ചും കൂടെ ഉള്ളൂ എന്നാണ്. കാരണം സിനിമ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ ഈ സിനിമ തീർന്നു കഴിഞ്ഞാൽ ഇനി ഒരു സിനിമയില്ല. അപ്പോ പേഴ്സണലി പടം നന്നായിട്ട് എൻജോയ് ചെയ്തോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം പലപ്പോഴും ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെയാണ് ദളപതി വിജയനെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് മാക്സിമം എൻജോയ് ചെയ്യണമെന്നുണ്ടായിരുന്നു, ഞാൻ മാക്സിമം എൻജോയും ചെയ്തു. പക്ഷെ എന്നിരുന്നാലും ഞാൻ പലപ്പോഴും പല മിനിറ്റുകളിൽ ഞാനിങ്ങനെ
ആലോചിച്ചുകൊണ്ടിരുന്നു. ഇനിയിപ്പോ ഈ അതാ 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ പടം തീരും, 15 മിനിറ്റ് കൂടെ പടം തീരും എന്നുള്ള ഒരു മനസ്സിൽ ഇങ്ങനെ എപ്പോഴും അടിച്ചടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ സിനിമ കഴിഞ്ഞു. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, കളയാ നീ കരയാൻ പോണം തോന്നുന്നൊക്കെ. എനിക്ക് എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യണമെന്നും അറിയില്ല. അത്രമാത്രം ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ദളപതി വിജയനെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജനനായകൻ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഈ ലീക്ക്ഡ് പ്രിന്റ് കണ്ട് 5 ഇഞ്ച് സ്ക്രീനിൽ കണ്ടിട്ട് ഒളിച്ചിരുന്ന് കണ്ടിട്ട് അയ്യോ എന്ത് കാട്ടപരാധം പടമാടായത്, എന്ത് കൂതറ പടമാടായത് എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, നീയൊക്കെ പടം കണ്ടിട്ടില്ല. നീയൊക്കെ കണ്ട പടമല്ല തിയേറ്ററിൽ ഓടുന്നത്. എടാ, ആ തിയേറ്റർ എക്സ്പീരിയൻസിൽ ആ പടം നിങ്ങൾ കണ്ട നിങ്ങൾ ഇത് പറയില്ല. തീർച്ചയായിട്ടും ഇപ്പോഴും പുള്ളിയുടെ ആ ഒരു ഓറയിൽ മാറ്റവും ഇല്ല. ആ ഓറ, ഒരു മാസ് അപ്പീൽ, സ്റ്റെണ്ടൊക്കെ അന്യായമായിരുന്നു. ഒരു രക്ഷയില്ല. സർട്ടിഫിക്കറ്റ് കൊടുക്കണം ആ സ്റ്റെണ്ടുകളൊക്കെ ആയിരുന്നു. ആൻഡ് മേക്കിംഗ് എച്ച് വിനോദ് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യം എച്ച് വിനോദ് നല്ലൊരു ഡയറക്ടറാണ്, എന്നിരുന്നാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല രീതിക്ക് എച്ച് വിനോദ് മേക്ക് ചെയ്തിട്ടുണ്ട്. പടത്തിലുടനീളം തന്നെ ഇടിയും വെടിയും പുകയൊക്കെയാണ്, ഒരു എയറേറ്റഡ് തന്നെയാണ്. ആൻഡ് ഈ റോബോട്ട് വരുന്ന സംഭവമൊക്കെ നന്നായിട്ട് തന്നെ എച്ച് വിനോദ് അത് മേക്ക് ചെയ്തിട്ടുണ്ട് പടത്തിൽ. ആൻഡ് വില്ലൻ ബോബി ഡിയോൾ വരുമ്പോൾ സൂപ്പർ വില്ലൻ. ആ വില്ലന് കൊടുക്കുന്ന ബിൽഡപ്പ്, വില്ലന് കൊടുക്കുന്ന BGM, വില്ലന് കൊടുക്കുന്ന സംസാരങ്ങള്, ആ ഒരു ബാക്കപ്പ് സ്റ്റോറി എല്ലാം നന്നായിട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ദളപതി വിജയുടെ ആ ഒരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ, ആ ഇന്റർവെല്ല് സീന്, ആ കാട്ടുന്നു വരുന്ന സീന്, ക്ലൈമാക്സ് സീന്, ഡയലോഗ് സീന്, മൊത്തത്തിലൊരു തമിഴ്നാട്ടിൽ കൺഫേം ആയിട്ട് തൂക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അടിച്ച് മിന്നി തൂക്കും. കേരളത്തിലും അതിൽ സംശയമൊന്നുമില്ല, മിന്നിത്തൂക്കും. കാരണം കേരളത്തിലും വരുന്ന റിപ്പോർട്ട്സുകൾ അല്ലെങ്കിൽ എല്ലാവരും പറയുന്നതും അവര് എന്തുകൊണ്ടാണ് ഈ ഇവന്മാരൊക്കെ നെഗറ്റീവ്, ഈ ലീക്കായപ്പോ നെഗറ്റീവ് പറഞ്ഞെന്നാണ് പറയുന്നത്. കാരണം ഇത്രയും നല്ലൊരു പടത്തിനെ അവരെന്തിനാണ് ഇത്രയും നെഗറ്റീവ് പറഞ്ഞെന്ന് അറിയില്ല. നല്ലൊരു പടം, സൂപ്പർ പടം. അതായത് ഫസ്റ്റ് ഹാഫില്, സെക്കൻഡ് ഹാഫില്, അതായത് വുമൻ എംപവർമെന്റ്, സ്ത്രീത്വത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ബാഡ് ടച്ച് നമ്മൾ പറഞ്ഞില്ലേ, ഭഗവന്ത് കേസരിയുടെ ആവുന്ന റോളുകളൊക്കെ ഇതിലുണ്ട്. ശരിക്കും ആ ഒരു FDFS എന്നൊരു ഫീല് മിസ് ചെയ്യുകയാണ്. കാരണം ഇനി അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ദളപതി വിജയുടെ പടത്തിന്റെ ഒരു FDFS പോലെ ഞാനൊരു പടത്തിൽ നീ കണ്ടിട്ടില്ല, ഒരാളും പറഞ്ഞും കേട്ടിട്ടില്ല ഞാൻ. അമ്മാതിരി ഒരു തിയേറ്റർ അറ്റ്മോസ്ഫിയർ ആണ് ദളപതി വിജയുടെ പടത്തിന് വരുന്നത്. ആ ഒരു കൂട്ടം, ആ ഒരു ആർപ്പുവിളികള്, ആ ഒരു എന്താ പറയാ, സന്തോഷം, ആഹ്ലാദം, തിമിർപ്പ് എന്ന് വേണം പറയാൻ. ഞാൻ അത് തീർച്ചയായിട്ടും മിസ് ചെയ്യും. ഇനി എപ്പോ അങ്ങനെ ഈ ഒരു പടം വരും? ഞാൻ സത്യം പറഞ്ഞാല് പലരും പറഞ്ഞു ലീക്കഡ് പ്രിന്റ് കണ്ടിട്ട് പടമൊക്കെ പോരാന്നൊക്കെ. ഞാൻ ടു ബി ഓണസ്റ്റ് ഞാൻ പേടിച്ചു, പടം പോരാന്ന് ഇവര് പറയുന്നു, എന്തായിരിക്കും, കണ്ടു നോക്കണോ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്. കണ്ടു നോക്കണോ, ഇനി ഇവന്മാര് പറയണ കള്ളാണെന്ന് കണ്ടു നോക്കണോ എന്നുള്ള മൈൻഡ് സെറ്റ് വരെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവരിങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിൽ കാണണ്ട, സിനിമ കാണരുത്, ആവശ്യമില്ലാതെ കാണരുത് അളയാ. തിയേറ്ററിൽ ഞാൻ 6 മാസങ്ങൾക്ക് ഇപ്പുറം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര ഇമോഷണലി അതിലേക്ക് അലിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ. കാരണം എനിക്ക് സിനിമ, ഞാൻ പറഞ്ഞില്ലേ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് പിടിയില്ലാത്തൊരു സിറ്റുവേഷൻ വരെ ഞാൻ കുറച്ച് മിനിറ്റ് തിയേറ്ററിൽ ഇങ്ങനെ ഇരുന്നു. ഞാൻ പലപ്പോഴും ഒരുപാട് എൻജോയ് ചെയ്തപ്പോഴേക്കും ആ എൻജോയ് ചെയ്യുന്ന സമയങ്ങളിലും ഞാൻ ചില സിറ്റുവേഷനിൽ ആ എൻജോയ് ചെയ്യുന്ന നിർത്തിയിട്ട് അദ്ദേഹത്തിന് ആ സ്ക്രീനിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു നിപ്പായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും, ജനനായകൻ തിയേറ്ററിൽ പോയി കാണുക, മസ്റ്റ് വാച്ച് തന്നെയാണ്. ഇനിയും അങ്ങനെ ഒരു സിനിമ ഇല്ല, അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഇല്ല. ഒരു പീക്ക് പൊളിറ്റിക്സ് തന്നെയാണ് സിനിമയിൽ പറയുന്നത്. അത് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് സത്യം പറഞ്ഞാൽ ചുമ്മാതല്ല ഈ സിനിമയെ അവര് പോസ്റ്റ്പോൺ ചെയ്ത് ഇത്ര ഇഷ്യൂ ഉണ്ടാക്കിയത്. കാരണം ആ സിനിമയിൽ അത്രയ്ക്കും പൊളിറ്റിക്സിനെ പറയുന്ന, പൊളിറ്റിക്സിൽ തെറ്റായ ഉള്ളവരെ പറയുന്ന, DMK പാർട്ടികളെയൊക്കെ പറയുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഡയലോഗ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല റിലേറ്റബിൾ ഡയലോഗ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത് മുടക്കിയത്. അതിപ്പോ ആ ഒരു സിനിമ ഇങ്ങനെ ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡബിൾ ഇമ്പാക്ട് ഉണ്ടാകും. കാരണം ആ സമയത്ത് എല്ലാവരും കളിയാക്കിയവരാണ്. ഇപ്പൊ വിജയ് CM ആയി. നിങ്ങൾക്ക് ആ ഡയലോഗിൽ പറയുന്ന ആൾക്കാർ ആരെന്നല്ല നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. അപ്പൊ ആ ഒരു ഇമ്പാക്റ്റില്, ആ ഒരു പവർഫുള്ളി, ആ രോമാഞ്ചത്തിൽ, ഗൂസ് ബംസില്, ആ ഒരു മാസീനൊക്കെ കിട്ടില്ലനായിട്ട് ഫൈറ്റ്. അനിയെ പറയാതിരിക്കാൻ വയ്യ. എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നറിയാം.
ഇമാതിരി പെട ഐറ്റങ്ങൾ BGM. നമ്മളൊരു ഡയലോഗ് പറയുന്ന പോലെ പടത്തിൽ BGM അല്ല, BGM ആണ് പടം എന്ന് പറയുന്ന പോലെ അമ്മാതിരി സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അനിരുദ്ധൻ ആൻഡ് രാവണ മൗണ്ട, അതിന്റെ ദ ട്രൂ ലീഡർ, തളപതി വെട്രിക്കൊണ്ടാൻ ആൻഡ് തളപതിയെ ബിൽഡപ്പ് ചെയ്യുന്ന സീനുകള്, കാര്യങ്ങള് ഒട്ടേറെ പടം മൊത്തത്തിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇൻട്രോയില് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ആ ഒരു സ്റ്റോറി, ബാക്കപ്പ് സ്റ്റോറി ഇഷ്ടപ്പെട്ടു. നല്ലൊരു പടം, ഒരു കംപ്ലീറ്റ് എന്റർടൈനർ പടം. ദളപതി വിജയ്ക്ക് ഒരു ഫെയർവെല് തന്നെയാണ് ഇതൊരു ഫെയർവെല് തന്നെ ആയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കരുതുന്നത്. ശരിക്കും ദളപതി വിജയുടെ ആ ഒരു പൊളിറ്റിക്സ് പോലത്തെ ഒരു പൊളിറ്റിക്സ് എല്ലായിടത്തും വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുണ്ട്. അപ്പോ കേരളത്തിലായാലും അത് ഏത് പാർട്ടി ഭരിച്ചാലും ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ വേണ്ടി നോക്കുക, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഭരിക്കാൻ വേണ്ടി നോക്കുക, ജനങ്ങൾക്ക് മുൻഗണന കൊടുക്കാൻ വേണ്ടി ഭരിക്കാൻ വേണ്ടി നോക്കുക, ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഭരിക്കാൻ വേണ്ടി നോക്കുക, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നു ദളപതി വിജയ് തമിഴ്നാട്ടിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഏത് പാർട്ടി വന്നാൽ അത് ഇടതാവട്ടെ വലതാവട്ടെ, മൂന്നാമത്തെ നമ്മൾ ചേർക്കണ്ട, ഇടതും വലത് തന്നെ ഇരിക്കട്ടെ, ഏതാകട്ടെ, അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമായിരിക്കണം. അപ്പൊ ഇതിൽ ഈ സിനിമയിലും പൊളിറ്റിക്സ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ സെക്കൻഡ് ഹാഫിലൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് സിനിമ പോകുന്നത്. അത് ഒരു വെടി പുക ഒന്ന്, ആ ഒരു ഫൈറ്റ്. മമിത നന്നായിട്ട് ചെയ്യും. മമിതയ്ക്കുള്ള വിസിബിലിറ്റി ഞാൻ പറയാതിരിക്കാൻ വയ്യ. ഇത്രയും വലിയൊരു പടത്തിൽ തളപതി വിജയായിട്ട് ഒരു ഫുൾ ഫ്ലെഡ്ജഡ് റോളിൽ വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അതും ഇനി ഇപ്പൊ നോക്കുക, CM വിജയുടെ പടത്തിലെ മെയിൻ റോളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജനനായകൻ തിയേറ്ററിലേക്ക് പോയി കാണാം. നിങ്ങളെ ജനനായകൻ നിരാശപ്പെടുത്തില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ പൈസ വസൂൽ തന്നെയാണ് ജനനായകൻ. അദ്ദേഹത്തിന്റെ ഈ സിനിമകൾ എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല, വാക്കുകൾ കിട്ടുന്നില്ല എന്ന് വേണം പറയാൻ. ജനനായകൻ അദ്ദേഹം കറക്റ്റായിട്ട് ജനനായകനും ആയി.